നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ്, നിങ്ങൾ തമ്പനിയിൽ കണ്ട കാര്യം കറക്റ്റ് ആണ്. നമ്മൾ ഈ വരുന്ന ഡിസംബർ 2026 എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഹൈലി ഇന്റൻസീവ് ആയിട്ടുള്ള നമ്മുടെ മാസ്റ്റർ ബാച്ച്, നമ്മുടെ പ്രൈം ബാച്ചിന്റെ അനൗൺസ്മെന്റ് വീഡിയോ ആണിത്. ഇതിൽ നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഡൗട്ടും സോൾവ് ചെയ്ത് ഞാൻ തരും, ഉറപ്പായിട്ടും. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കി. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ സ്ക്രോൾ ചെയ്ത് പോണത് കാണുന്നില്ലേ? ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പൊ ലേറ്റസ്റ്റ് നമ്മുടെ ഡിസംബർ 2025 എക്സാമിനേഷന്റെ റിസൾട്ട് ആണ്. നിങ്ങൾക്ക് അവിടെ 90+ സ്റ്റുഡൻസിനെ കാണാൻ പറ്റും. 90 നോട്ട് ഔട്ട് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആണ്. ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരുന്ന സ്റ്റുഡൻസിൽ പലർക്കും പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കാം. ചിലർക്ക് ഫേസ് റിവീൽ ചെയ്യാൻ താല്പര്യമില്ലായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഫേസ് റിവീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 90+ നോട്ട് ഔട്ട് റിസൾട്ട് ആണ് കാണുന്നത്. ഇത് ഒരു പ്രാവശ്യം ഉണ്ടായ റിസൾട്ട് അല്ല, ഞാൻ അതിന് മുന്നേ ഉള്ള റിസൾട്ട് വാങ്ങിക്കാം. ജൂൺ 2025 ഏകദേശം 60+ സ്റ്റുഡൻസ് ആണ് പാസ്സായത്. ഡിസംബർ 25 70+ സ്റ്റുഡൻസ് പാസ്സായി. അത് പിന്നെ ജൂൺ 24 50+ സ്റ്റുഡൻസ്, അത് പിന്നെ 57, then 50, then 70, then 150+ സ്റ്റുഡൻസ് വരെ പാസ്സായ വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈവൻ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിച്ച സ്റ്റുഡൻസിന് റാങ്ക് വരെ കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ റാങ്ക് അച്ചീവ് ചെയ്ത സ്റ്റുഡൻസ് പോലും നമ്മുടെ ഓൺലൈൻ ക്ലാസ് അച്ചീവ് ചെയ്ത് കണ്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിത് കാണിച്ചത് ജസ്റ്റ് എ പീസ് ഓഫ് മോട്ടിവേഷൻ ആണ്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും പഠിച്ചിട്ടുണ്ടാവും. അവിടെ റിസൾട്ട് വന്നപ്പോൾ 10 പേര്, 20 പേര്, 15 പേരൊക്കെ ആയിരിക്കും പാസ് ആയിട്ടുള്ളത്. ഒരു 100 പേര് ഇരിക്കുന്ന ക്ലാസ്സിൽ അത്രയും പേരെ പാസ് ആയിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കി 90+, 50+, 70+ ഒക്കെ സ്റ്റുഡൻസ് പാസ്സായി. അപ്പൊ നിങ്ങൾക്കും പാസ് ആവാൻ പറ്റും. ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ ടൈമിന്റെ ലക്ഷറി. ദാറ്റ് മീൻസ് നമ്മൾ ജൂലൈയിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് എത്ര മാസമുണ്ട്? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, 5 മാസമുണ്ട്. ഇതിൽ 3 മാസം ഏകദേശം ആദ്യത്തെ ഒരു 3-3.5 മാസത്തോളം നമുക്ക് ക്ലാസ് മാത്രം നമ്മൾ പഠിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, റിവൈസ് ചെയ്യുന്നു, പഠിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, റിവൈസ് ചെയ്യുന്നു. ഈ ഒരു 3-3.5 മാസം കൊണ്ട് നമുക്ക് എൻ്റെ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെയും നമ്മുടെ കയ്യിലുണ്ട് ഒരു 2 അല്ലെങ്കിൽ ഒരു 2 കുറച്ച് അല്ലെ ഒരു 60 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 50 ഡേയ്സോളം നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. അത്രയും ടൈമുണ്ട് നമുക്ക് പഠിച്ചത് വീണ്ടും പഠിക്കാം, വീണ്ടും റിവൈസ് ചെയ്യാം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ പറ്റും. RTP, റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ്, മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ്, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എല്ലാ മെറ്റീരിയലും നമ്മുടെ സൈറ്റിൽ ഫ്രീലി അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ ഒരു 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നല്ല, ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോ നമ്മുടെ ഇൻകം ടാക്സ് GST ക്വസ്റ്റ്യൻ, അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 4A ഓൾവേസ് ഒരു ചാപ്റ്ററിൽ തന്നെ ആയിരിക്കും ചോദിക്കുക. ആ ചാപ്റ്ററിൽ നിന്ന് ആ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു 2-3 ക്വസ്റ്റ്യന്റെ പാറ്റേൺ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. അപ്പൊ അതിനൊക്കെയുള്ള സമയം ഇഷ്ടം പോലെയുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം റിസൾട്ട് വന്നിട്ട് ഞാൻ ബാച്ച് അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫേസ് ഇതുപോലെ ഒരു ബാനറിൽ ഉണ്ടാവണം. അപ്പൊ നമുക്ക് നമ്മുടെ ബാച്ച് അനൗൺസ് ചെയ്യാം. ഈ വരുന്ന ഡിസംബർ 2026 എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രൈം ബാച്ച്, നമ്മുടെ മാസ്റ്റർ ബാച്ച്. ഇഷ്ടം പോലെ സമയമുണ്ട് നമുക്ക് പഠിക്കാൻ, ഒരുപാട് സമയമുണ്ട് നമുക്ക് പഠിക്കാൻ. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ ബാച്ചിന്റെ പേര് കൊടുത്തിരിക്കുന്നുണ്ടോ? ഓൺലൈൻ റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓൺലൈൻ റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ്. ഓക്കെ, ഓൺലൈൻ ക്ലാസ് ആണ് എന്ന് നമുക്കറിയാം. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം. ശരി, റെഗുലർ ക്ലാസ് ആണ്. കാരണം ഇത് നമ്മുടെ ഡിസംബർ 25 എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഹൈലി ഇന്റൻസീവ് ബാച്ചാണ്. ദാറ്റ് മീൻസ് നമ്മൾ എവിടെ മുതൽ പഠിക്കണം? നമ്മൾ A മുതൽ പഠിക്കണം എന്ന് വെച്ചാൽ ABCD മുതൽ പഠിക്കണം. എന്നിട്ട് ഏറ്റവും അവസാനം Z വരെയും പഠിക്കണം. ഫുൾ ഫിനിഷ് ചെയ്യുന്നത് മുഴുവൻ നമ്മൾ പഠിക്കണം, വേണ്ടേ? അപ്പൊ നമ്മുടെ 100% ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യണ്ടേ? വേണം. 100% ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാം. നമ്മുടെ റെഗുലർ ക്ലാസ് ആണ്, ഇന്റൻസീവ് ബാച്ച് ആണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുവരട്ടെ, നിങ്ങളുടെ ടെക്സ്റ്റുകളുള്ള ഒന്നും നമ്മൾ സ്കിപ്പ് ചെയ്യൂല. ഈ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ ബോർഡ് കാണുമ്പോൾ ചിലർക്ക് ഡൗട്ട് തോന്നും. സാറേ, ഞങ്ങൾ ഇതിന് മുന്നേ എക്സാം എടുക്കുന്നതിന് മുന്നേ ഒരു 2 മാസം മുന്നേ ഉള്ള ക്രാഷ് കോഴ്സ്, ഫാസ്റ്റ് ട്രാക്ക് കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്തായിരുന്നു? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിക്കണം, ഇത് ഇമ്പോർട്ടന്റ് അല്ല, ഇത് പഠിക്കേണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടേക്ക് ഒന്ന് തൊട്ട് തടവി പോണ പല ക്ലാസ്സുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു പേപ്പറിന് 5000-ഉം 6000-ഉം കൊടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണം മക്കളെ. ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മിനിമൽ ടൈം കൊണ്ട് എല്ലാം പഠിക്കണം. എന്ത് പഠിക്കണം? എല്ലാം പഠിക്കണം. നിങ്ങൾക്ക് വർക്ക് ഉണ്ട്,
ഇന്റേൺഷിപ്പ് ഉണ്ട്, നിങ്ങൾ വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ ക്ലാസ്സിന് പോകുന്നുണ്ടാവും, നിങ്ങൾക്ക് വേറെ എന്ത് ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ ഒന്നുമില്ല. ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും നമ്മുടെ ക്ലാസ് പഠിക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു ഓൺലൈൻ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് ഒന്നുമല്ല. ഒരു ഗൂഗിൾ മീറ്റിന്റെ റെക്കോർഡിങ്സ് ഒക്കെ ആണെങ്കിൽ പിന്നെ നമുക്കത് കാണാൻ പറ്റില്ല, കാരണം ഭയങ്കര പ്രശ്നമാണ്. നെറ്റ് കണക്ട് ആവുന്നതിന്റെ പ്രശ്നം, മൈക്കിന്റെ പ്രശ്നം, ഡൗട്ട് ചോദിക്കുന്ന പ്രശ്നം, അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ വരും. ഇവിടെ അതൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഹൈ ക്വാളിറ്റി ഓഡിയോ, ഹൈ ക്വാളിറ്റി വീഡിയോ, സൈഡിൽ നമ്മുടെ ലെക്ചേഴ്സ് ഉണ്ടാവും, ലെക്ചറേഴ്സ് ഉണ്ടാവും. അവർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അവർക്ക് ഡിജിറ്റലി നമ്മുടെ നോട്ട്സ് കാണാനായിട്ട് പറ്റും, അവിടെ എഴുതാനായിട്ട് പറ്റും. ഞാൻ ഇപ്പൊ ലേറ്റസ്റ്റ് എടുത്ത നമ്മുടെ ഇൻകം ടാക്സ് നമ്മുടെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത സ്ലൈഡ്സ് ഒക്കെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഞാൻ ഇൻകം ടാക്സ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ, ലാസ്റ്റ് ഒരു ബാച്ച്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് പ്രോബ്ലംസ് അവർ വർക്ക്ഔട്ട് ചെയ്ത് കാണിക്കും, ഇലുസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് മിനിമൽ ടൈം കൊണ്ട് മാക്സിമം എഫിഷ്യൻസിയിൽ പഠിക്കാം. ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടാവുന്ന എല്ലാ പോരായ്മകളും നമ്മൾ മാറ്റിവെക്കും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ്, എന്തൊക്കെ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തു തരും. അപ്പൊ മിനിമൽ ടൈം കൊണ്ട് ചെറിയ ഫീസ് കൊണ്ട് മാക്സിമം എല്ലാ കാര്യങ്ങളും പഠിക്കുക, നമ്മൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുക. അല്ലാതെ ഇതൊരു എക്സാം ഓറിയന്റഡ് ആയിട്ട് അവിടെ ഇവിടെയും തൊട്ട് തടവി പോണ ക്രാഷ് കോഴ്സ് അല്ല. ഹൈലി ഇന്റൻസീവ് ആയിട്ടുള്ള നമ്മുടെ റെഗുലർ ബാച്ച് തന്നെയാണ് ഈ പറയുന്ന ഓൺലൈൻ റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ്. അപ്പൊ ടൈമിന്റെ വേസ്റ്റേജ് ഉണ്ടോ? ഇല്ല. ടൈമിന്റെ വേസ്റ്റേജിൽ നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കും. സാറേ, ഞങ്ങളുടെ മനസ്സിൽ കുറേ ഡൗട്ടുകളുണ്ട്. അതായത് എങ്ങനെയാണ് ഈ ക്ലാസ് കാണേണ്ടത്, ക്ലാസ്സിന്റെ സമയം എങ്ങനെയായിരിക്കും, ലൈവ് ക്ലാസ് ആണോ റെക്കോർഡ് ക്ലാസ് ആണോ, ഒരു ക്ലാസ് മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് കാണാൻ പറ്റുമോ, എത്ര പ്രാവശ്യം കാണാൻ പറ്റും? കാരണം ഓൺലൈൻ ക്ലാസ്സിന്റെ വ്യൂസ് 1.5 വ്യൂസ് അല്ലെങ്കിൽ 2 വ്യൂസ് ഒക്കെയാണ് ഉണ്ടാവുക. അപ്പൊ എത്ര പ്രാവശ്യം ക്ലാസ് കാണാനായിട്ട് പറ്റും? മൊബൈലിൽ കാണാൻ പറ്റുമോ, ലാപ്ടോപ്പിൽ കാണാൻ പറ്റുമോ, ടാബ്ലറ്റിൽ കാണാൻ പറ്റുമോ, സ്പീഡ് കൂട്ടാൻ പറ്റുമോ, ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, നെറ്റ് ഇല്ലെങ്കിൽ എന്തോ ചെയ്യാൻ പറ്റും, ഓഫ്ലൈൻ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ, ഡൗട്ടുകൾ എങ്ങനെ ചോദിക്കുക, ഫാക്കൽറ്റീസിനോട് എങ്ങനെ സംസാരിക്കുക, ഇങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഈ ഡൗട്ട്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാം മക്കളെ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണം. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളുടെ ഫാക്കൽറ്റീസിനെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് 1ന്റെ ഫാക്കൽറ്റീസ്. അപ്പൊ ഫാക്കൽറ്റീസിനെ നമുക്ക് പരിചയപ്പെടാം, കൂടാണ്ട് ആ സബ്ജക്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഫാക്കൽറ്റീസിനെ മനസ്സിലാക്കാൻ നമ്മുടെ സബ്ജക്റ്റുകൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഗ്രൂപ്പ് 1ൽ മൊത്തം 4 സബ്ജക്റ്റ് ആണുള്ളത്. അല്ല, ഗ്രൂപ്പ് 1ൽ മുഴുവൻ 5 സബ്ജക്റ്റ് ആണുള്ളത്. നമുക്ക് 5 എണ്ണം പഠിക്കാനുണ്ട്. പേപ്പർ നമ്പർ 5 ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ്, 6 ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, 7A ഡയറക്ട് ടാക്സ്, 7B ഇൻഡയറക്ട് ടാക്സ്, ദെൻ 8 കോസ്റ്റിംഗ്. അങ്ങനെ 5 സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്. ഇതിൽ ഡയറക്റ്റ് ഞാൻ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ശരി, നമ്മുടെ ഫസ്റ്റ് സബ്ജക്ട് ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ്. ഓക്കെ, ഈ സബ്ജക്റ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ട്. മെയിൻലി നമ്മുടെ ഈ പറയുന്ന CA പോലുള്ള സബ്ജക്റ്റുകൾ കോഴ്സ് എടുത്ത സ്റ്റുഡൻസിന് തിയറി പേപ്പർ മെജോറിറ്റി ആൾക്കാർക്കും പഠിക്കാൻ പാടായിരിക്കും. ഈ ലോയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലോയിൽ നമ്മൾ ലീഗൽ ലാംഗ്വേജ് എഴുതേണ്ടി വരും. ലോ പ്രസന്റ് ചെയ്യേണ്ടത് അതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മൾ പ്രസന്റ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടുള്ളൂ. കറക്റ്റ് അല്ലേ? ശരി, നിങ്ങളുടെ ലോ ഫാക്കൽറ്റി ശ്രീലക്ഷ്മി മാം ആണ്. ശ്രീലക്ഷ്മി മാം നിങ്ങൾക്ക് അടിപൊളി ഒരു നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്ത് ഓരോ ചാപ്റ്റേഴ്സിനും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എക്സാമിന് പ്രസന്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുക. ശ്രീലക്ഷ്മി മാമിന്റെ നോട്ട്സിന് നമ്മൾ 100% ഗ്യാരണ്ടിയാണ്. ഇതിനുശേഷം നിങ്ങൾ ടെക്സ്റ്റ് തുറക്കുക പോലും വേണ്ട, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ തുറന്ന് നോക്കുക പോലും വേണ്ട. അല്ല, നിങ്ങൾ നോക്കോ, ഏതെങ്കിലും ടോപ്പിക്കുകൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ, പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ അതൊന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ തുറന്നാൽ മതി. അത്രയും പ്രിസൈസ് ആയിട്ടും അത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് ശ്രീലക്ഷ്മി മാം പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ആ നോട്ട്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക. ആ നോട്ട്സിന്റെ PDF നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് പ്രിന്റ് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കൂടെ മിസ് പഠിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നോട്ട്സോ കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതി പഠിക്കാൻ പറ്റും. അപ്പോൾ ശ്രീലക്ഷ്മി മാം ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേപ്പർ നമ്പർ 5 ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് ഡീൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിന് മാത്രമല്ല, സെക്കൻഡ് ഗ്രൂപ്പിന് ഒരു തിയറി സബ്ജക്ട് ഉണ്ട്, നമ്മുടെ ഓഡിറ്റിംഗ് പേപ്പറും ഡീൽ ചെയ്യുന്നത് ശ്രീലക്ഷ്മി മാം ആയിരിക്കും. സെയിം നേരത്തെ ലോയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു അടിപൊളി നോട്ട്സ് നിങ്ങൾക്ക് മാം ഇവിടെ പ്രൊവൈഡ് ചെയ്യും. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ശരി, ദെൻ നമ്മുടെ അക്കൗണ്ടൻസി ഫാക്കൽറ്റിയാണ് അശ്വിനി ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ അക്കൗണ്ടൻസി ഡീൽ ചെയ്യുക. അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിനും ഉണ്ട് ഒരു അക്കൗണ്ടൻസി, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് അല്ലെ, ആ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും അശ്വിനി ആയിരിക്കും ഡീൽ ചെയ്യുക. ശരി, നമുക്ക് അക്കൗണ്ടൻസിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ നോക്കാം. നിങ്ങൾക്ക് എക്സാം ടഫ് ആക്കണമെങ്കിൽ അക്കൗണ്ടൻസിയിൽ ഒരു കിടിലൻ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള കുറച്ച് പ്രോബ്ലംസ് ഇട്ടാൽ മതി, എക്സാം മുഴുവൻ ടഫ് ആവും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം ഇന്റർമീഡിയറ്റ് എക്സാം എഴുതാൻ പോയ ഫസ്റ്റ് എക്സാം പേപ്പർ നമ്പർ 5 ആയിരുന്നു അന്ന്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. അതിൽ MCQs സോൾവ് ചെയ്യാൻ തന്നെ എനിക്ക് എടുത്തത് ഇത്ര MCQ ഇല്ല, പണ്ട് 10 MCQs മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്ര 30 മാർക്സ് 25 മാർക്സോളം മറ്റേ MCQs ഇല്ല, ഒരു 10 MCQs മാത്രമേ ഉള്ളൂ ഒരു മാർക്കിന്. ആ 10 MCQ സോൾവ് ചെയ്യാനായിട്ട് ഞാൻ 1 മണിക്കൂറാണ് എടുത്തത്. അന്ന് ഭയങ്കര ടഫസ്റ്റ് പേപ്പർ ആയിരുന്നു ഈ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. ശരി, ഞാൻ അന്ന് അവിടെ ഫോളോ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ. കാരണം
ഈ ഫാക്കൽറ്റീസ് അല്ലേ കേട്ടോ, ഇവരെല്ലാം നിങ്ങളുടെ ഒരു സീനിയേഴ്സ് ആണ്. നിങ്ങളെക്കാളും ജസ്റ്റ് ഒരു പടി മുന്നിലുള്ള സെമി ക്വാളിഫൈഡ് ആയിട്ടുള്ളതും ക്വാളിഫൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസും കോസ്റ്റ് അക്കൗണ്ടൻസും ആണ് നിങ്ങളുടെ ഈ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ അവര് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരോടെല്ലാം പറഞ്ഞിരിക്കുന്നത്, നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തുള്ള തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ച സമയത്ത് നമുക്ക് എങ്ങനെയാണോ ഇത് ഡൗട്ട് തോന്നിയത്, ആ ഡൗട്ടുകൾ നമ്മുടെ സ്റ്റുഡൻസിനും തോന്നും, അത് സോൾവ് ചെയ്തിട്ട് ക്ലാസ് എടുക്കുക. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. അക്കൗണ്ടൻസിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അക്കൗണ്ടൻസിക്ക് ഒരുപാട് ഇലുസ്ട്രേഷൻസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. ആ ഓരോ ഇലുസ്ട്രേഷൻസും വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, അക്കൗണ്ടൻസിക്ക് മാത്രമല്ല നിങ്ങളുടെ എല്ലാ പ്രോബ്ലം പേപ്പേഴ്സിനും, അക്കൗണ്ടൻസി ആയിക്കോട്ടെ, കോസ്റ്റിംഗ് ആയിക്കോട്ടെ, FM ആയിക്കോട്ടെ, ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഈ എല്ലാ പ്രോബ്ലം പേപ്പേഴ്സിലും ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ ഒരു 10 ഇലുസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അതിൽ മിനിമം 8 എണ്ണമെങ്കിലും നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്ത് അതിൽ ഓരോ അഡ്ജസ്റ്റ്മെന്റും എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ച് തന്നിരിക്കും. ശരി, അപ്പൊ ബാക്കി 2 എണ്ണം ചിലപ്പോൾ സിമിലർ നേച്ചർ ആയിരിക്കാം. ഫാക്കൽറ്റീസിന് തോന്നാൻ നിങ്ങൾക്ക് അത് ഹോംവർക്ക് തരേണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യും. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് പോലും മിസ്സാവാതെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അശ്വനി മാം പഠിപ്പിച്ചു തരും. അക്കൗണ്ടൻസിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൂടി ടെൻഷൻ അടിക്കേണ്ട. അശ്വനി മാമിന്റെ കാര്യത്തിൽ അത് അശ്വനി മാമിന്റെ കയ്യിൽ അത് ഭദ്രമായിരിക്കും ഡെഫിനറ്റ്ലി. ദെൻ ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്, പലരുടെയും പേടി സ്വപ്നം. പലരും ഇൻഡയറക്ട് ടാക്സ് പഠിക്കും, ഡയറക്ട് ടാക്സ് പഠിക്കില്ല. മക്കളെ, നിങ്ങൾ ആ പേപ്പർ പാസ്സാവാൻ പോകുന്നില്ല. ഡയറക്ട് ടാക്സും പഠിക്കണം, ഇൻഡയറക്ട് ടാക്സും പഠിക്കണം. 100 മാർക്കിന്റെ ഡയറക്ട് ടാക്സും 100 മാർക്കിന്റെ ഇൻഡയറക്ട് ടാക്സും കൂടെ ഒരുമിച്ച് കുത്തിക്കയറ്റി 100 മാർക്കിനാക്കിയിട്ട് ഒരൊറ്റ പേപ്പർ ആക്കി വെക്കുക. അപ്പൊ 50 മാർക്കിന് നിങ്ങൾക്ക് 100 മാർക്സിന്റെ ഡയറക്ട് ടാക്സ് പഠിക്കാനുണ്ട്. അതുപോലെ 50 മാർക്കിന് 100 മാർക്സിന്റെ ഇൻഡയറക്ട് ടാക്സ് പഠിക്കാനുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ടിന്റെ അവസാനത്തെ എക്സാം ആയിരിക്കും മിക്കവാറും നിങ്ങളുടേത്. മിക്കവാറും എന്നല്ല, ആണ്. ഇതിനുശേഷം ഈ ഡിസംബർ എക്സാം കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് മാറും. 2025 ഇൻകം ടാക്സ് ആക്ട് ആയിരിക്കും വരിക. അപ്പൊ അവസാനത്തെ എക്സാം ആയിരിക്കും നിങ്ങളുടെ പരീക്ഷിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. ഒരുപാട് അമെന്റ്മെന്റ്സും ഉണ്ട് 2025 വന്ന കുറെ അമെന്റ്മെന്റ്സ് നിങ്ങൾക്ക് ഇപ്രാവശ്യം പഠിക്കാനുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട മക്കളെ, എല്ലാ അമെന്റ്മെന്റ്സും ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ ഞാൻ പഠിപ്പിക്കും. നമ്മള് ഈ ഇൻകം ടാക്സിനും GSTക്കും രണ്ടിനും സെപ്പറേറ്റ് ലെക്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇത് 100 മാർക്കിനാണ്, അത് 100 മാർക്കിനാണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിന്റെ ഒരു ആവറേജ് ഡ്യൂറേഷൻ പറയാം. ഒരു ക്ലാസ്സിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ 45 മിനിറ്റ്, അങ്ങനെ 1.25 അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറാണ് ഒരു ആവറേജ്. 1.5 to 1.25 മണിക്കൂറാണ് ഒരു ആവറേജ്. ചിലപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ടോപ്പിക് ഒരു 5 മിനിറ്റ് അങ്ങോട്ടോ 5 മിനിറ്റ് ഇങ്ങോട്ടോ പോയേക്കാം. അപ്പൊ ഒരു 1.25 മണിക്കൂർ. അങ്ങനെ ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് 30 ലെക്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. എത്ര ലെക്ചേഴ്സ്? 30 ലെക്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. പിടിയിട്ടില്ലേ? അക്കൗണ്ടൻസിക്ക് 30 ലെക്ചേഴ്സ്, ലോയ്ക്ക് 30 ലെക്ചേഴ്സ്, കോസ്റ്റിങ്ങിന് 30 ലെക്ചേഴ്സ്, ഡയറക്ട് ടാക്സിനും ഇൻഡയറക്ട് ടാക്സിനും സെപ്പറേറ്റ് ലെക്ചേഴ്സ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഡയറക്ട് ടാക്സിന് ഏകദേശം എനിക്ക് തോന്നുന്നു 26 27 ലെക്ചേഴ്സ് ഉണ്ട്. അതേപോലെ ഇൻഡയറക്ട് ടാക്സിന് സെയിം 26 27 28 ലെക്ചേഴ്സ് ആണ് രണ്ടിനുള്ളത്. അപ്പൊ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ഇതിന് നിങ്ങൾക്ക് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള നോട്ട്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഫുള്ളി അമൻഡഡ് ആയിട്ടുള്ള നോട്ട്സ് ആയിരിക്കും. എല്ലാ ഐറ്റംസും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഈ നോട്ട്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് കയറുന്നതിന് മുന്നേ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു എൻറ്റയർ ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പറ്റും. സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കയറി നോക്കിയോ, ഓരോ ചാപ്റ്റേഴ്സിന്റെയും റാപ്പിഡ് റിവിഷൻ സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ നോട്ട്സ് വെച്ചിട്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമിന് കയറുന്ന 5 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഒരു എൻറ്റയർ ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ, ഇൻക്ലൂഡിങ് ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ്. അതിന്റെ ഗ്യാരണ്ടി ഞാൻ ഏറ്റു. അപ്പൊ നമുക്ക് അവിടെ ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും പഠിക്കാം ഡെഫിനറ്റ്ലി. ദെൻ നമ്മുടെ കോസ്റ്റിംഗ് സബ്ജക്ട്, നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിനും കോസ്റ്റിംഗ് ഉണ്ട്, സെക്കൻഡ് ഗ്രൂപ്പിനും കോസ്റ്റിംഗ് ഉണ്ട്. കോസ്റ്റിംഗ് ഫാക്കൽറ്റിയാണ് നമ്മുടെ CA വിഷ്ണു സാർ. വിഷ്ണു സാർ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ലാസ്റ്റ് ഒരു 2 ഇയേഴ്സ് ആയിട്ട് ഓൾമോസ്റ്റ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സാറാണ്, കോസ്റ്റിംഗ് പഠിപ്പിക്കുന്ന സാറാണ് വിഷ്ണു സാർ. വിഷ്ണു സാർ ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കോസ്റ്റിംഗും സെക്കൻഡ് ഗ്രൂപ്പിന്റെ കോസ്റ്റിംഗും. സെക്കൻഡ് ഗ്രൂപ്പിന്റെ ഒരു കോസ്റ്റിംഗ് ഉണ്ട്, അവന്റെ പേരാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഈ 2 പേപ്പറും ഡീൽ ചെയ്യുന്നത് വിഷ്ണു സാർ ആയിരിക്കും. സാറിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നമ്മുടെ വിഷ്ണു സാർ. അപ്പോ സാറ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോസ്റ്റിംഗിൽ നിങ്ങൾക്ക് തിയറിയും ചോദിക്കാം, പ്രോബ്ലവും ചോദിക്കാം. തിയറിക്ക് സാർ സെപ്പറേറ്റ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എത്ര ഉണ്ടോ എല്ലാ ഇല്ലുസ്ട്രേഷൻസും സാർ ചെയ്ത് എല്ലാം ഡിക്റ്റേറ്റ് ചെയ്ത് എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും പഠിപ്പിച്ചിട്ട് തന്നെ ആയിരിക്കും പോവുക. ഈ കോസ്റ്റിംഗ് സബ്ജക്ട് സിമ്പിൾ ആണ്. അതിന്റെ ഒരു ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ചെയ്യാൻ പറ്റും. ആ ലോജിക്ക് സാർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറഞ്ഞുതരും ഡെഫിനറ്റ്ലി. ദെൻ ഇനി നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിന്റെ 1-2 സബ്ജക്റ്റോടെ പരിചയപ്പെടാനുണ്ട്. ദെൻ പേപ്പർ നമ്പർ 9 എന്ത്? ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. ഈ പേപ്പർ ഡീൽ ചെയ്യുന്നത് ക്വാളിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള ജേക്കബ് സാറാണ്. ജേക്കബ് സാർ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് 50 മാർക്ക്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് 50 മാർക്ക്. കറക്റ്റ് അല്ലേ? ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് തിയറിയാണ്. അതിന് നിങ്ങൾക്ക് ജേക്കബ് സാർ നോട്ട് പ്രൊവൈഡ് ചെയ്യും.
ഡെഫിനറ്റ്ലി പ്രൊവൈഡ് ചെയ്യും. അത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ പറഞ്ഞുതരും. ദെൻ OM സിമ്പിൾ പേപ്പറാണ്. കുറേ ആൾക്കാർ കൊണ്ടുവന്നിരിക്കുന്ന കുറെ വൈഡ് വെറൈറ്റീസ് ഓഫ് മെത്തേഡ്സ് ആണ്, കുറെ അസംഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആ OMന്റെ പ്രോബ്ലംസ് ചെയ്ത് തീർക്കാൻ പറ്റും. സോ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ A to Z കാര്യങ്ങൾ പറഞ്ഞു തരും, എല്ലാ ഇല്ലുസ്ട്രേഷൻസും പഠിപ്പിച്ചു തരും. ഓക്കെ, ഇവിടെ ഒരു എറർ ഉണ്ടോ? ഇവിടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന് അക്സെപ്റ്റിംഗ് എന്ന് ഇട്ടേക്കുന്നത്. ഇത് എയിൽ കേട്ടിട്ട് വീഡിയോ ഈ പോസ്റ്റർ ഒന്ന് എൻഹാൻസ് ചെയ്തപ്പോഴേ അക്കൗണ്ടിങ് അക്സെപ്റ്റിംഗ് ആയതാ. ഞാൻ അത് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞോളാം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഒരു പേപ്പറും കൂടെ ഉണ്ട്, പേപ്പർ നമ്പർ 11, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ബിസിനസ് ഡേറ്റ അനലറ്റിക്സ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പേപ്പറാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ബിസിനസ് ഡേറ്റ അനലറ്റിക്സ്. ഇതിൽ ഈ FM പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണി മാനേജ്മെന്റ് മനസ്സിലാവും. ഇതൊരു സിമ്പിൾ പേപ്പറാണ്. പല കുട്ടികളും സ്കിപ്പ് ചെയ്യുന്ന പേപ്പർ അതിനകത്ത്, കാരണം അവർക്ക് ഈ പറഞ്ഞ മണിയുടെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ജോയൽ സാറ് നിങ്ങൾക്ക് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ് ജോയൽ സാറ്. നിങ്ങൾ എപ്പോൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും അത് സാറിന്റെ ടൈമിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ആസ് സൂൺ ആസ് പോസിബിൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡൗട്ടുകൾ സോൾവ് ചെയ്ത് തരുന്നതും എന്ന് വെച്ചാൽ കുറച്ചധികം. ഇപ്പൊ ഞാൻ ഇടുന്ന റെസ്പോൺസിബിലിറ്റി ഒരു 90 ഔട്ട് ഓഫ് 100 ആണെങ്കിൽ ജോയൽ സാറ് 110 ഔട്ട് ഓഫ് 100 ആയിരിക്കും. അത്രയും റെസ്പോൺസിബിൾ ആയിട്ടായിരിക്കും സാർ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നത്, സാർ പഠിപ്പിച്ചു തരും. അതുകൂടെ അതിന്റെ കൂടെ ഒരു വാല്യൂ കൂടെ ഉണ്ട്, ഒരു ബിസിനസ് ഡേറ്റ അനലിറ്റിക്സ്. ഇത് നമ്മൾ ഫ്രീ ആയിട്ട് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഇതിന്റെ കൂടെ എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസും സബ്ജക്ട്സും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി ഞാൻ ഒന്നും കൂടി ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാം. ഇതിൽ ഏതിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പ്രോപ്പർ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാം? ഞാൻ പറയാം. ഫസ്റ്റ് നമ്മുടെ ലോയ്ക്ക് ഉണ്ടാവും, ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സിനുണ്ട്. ദെൻ ഡയറക്ട് ടാക്സിനും ഉണ്ടാവും, ഇൻഡയറക്ട് ടാക്സിനും ഉണ്ട്. ശരി, അത് കഴിഞ്ഞ് OMSMന്റെ SMനുണ്ടാവും. ദെൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗിന്റെ ഓഡിറ്റിംഗിനുണ്ടാവും. ദെൻ ഇത്രേ ഉള്ളൂ, ബാക്കിയെല്ലാം പ്രോബ്ലം പേപ്പേഴ്സാ. ദെൻ ഈ പ്രോബ്ലം പേപ്പേഴ്സിൽ തന്നെ നോട്ട്സ് ആവശ്യമായിട്ടുണ്ട്. കാരണം അക്കൗണ്ടൻസിയിൽ കുറെ തിയറി ഉണ്ട്, അതിന്റെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. കോസ്റ്റിംഗിൽ തിയറി ഉണ്ട്, അതിന്റെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമായിട്ടുള്ളത് അത് നമ്മുടെ ഫാക്കൽറ്റീസ് അതാത് സമയത്ത് പ്രൊവൈഡ് ചെയ്തോളും. നിങ്ങൾ അതിൽ വെച്ച് വറി ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ഗ്യാരണ്ടി തരാം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ABCD പഠിക്കും, അല്ലെ? ABCD പഠിച്ചിട്ട് നമ്മൾ ഏറ്റവും അവസാനം അങ്ങ് Z വരെയും പഠിക്കും. ദാറ്റ് മീൻസ് നമുക്ക് പഠിക്കാനുള്ള 100% ഐറ്റംസും നമ്മൾ പഠിക്കും. അതും സ്ലോ പേസിൽ പഠിക്കും. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ സാറേ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഫോൺ ഓണാക്കി അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഓണാക്കി ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവാ? ഞാൻ പറഞ്ഞില്ല മക്കളെ, നമുക്ക് മൊത്തം എത്ര ലെക്ചേഴ്സ് ഉള്ളത്? 30 ലെക്ചേഴ്സ് ആണുള്ളത്, 30 ലെക്ചേഴ്സ്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ടൈം ടേബിൾ അനുസരിച്ച് ഒരു ദിവസം നിങ്ങൾക്ക് 2 ലെക്ചേഴ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. 2 ക്ലാസ്, ദാറ്റ് മീൻസ് വെറും 2 ക്ലാസ്. ഈ 2 ക്ലാസ് നമ്മൾ ഡെയിലി ടൈം ടേബിൾ അനുസരിച്ച് രാവിലെ 9 മണിക്ക് പബ്ലിഷ് ചെയ്യും. എവിടെ പബ്ലിഷ് ചെയ്യാം? നമ്മുടെ ആപ്ലിക്കേഷനിൽ. ആപ്ലിക്കേഷൻ മൊബൈലിലുണ്ട്, ആൻഡ്രോയിഡിലുണ്ട്, ഐഫോണിലുണ്ട്, അതുപോലെ വിൻഡോസ് ലാപ്ടോപ്പിലും നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ആക്സസിബിൾ ആണ്. നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും കാണാം. അതെങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യം നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് മുന്നേ പറഞ്ഞുതരാം. 9 മണിക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യും. 9 മണിക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 9 മണി മുതൽ എക്സാമിന്റെ അന്ന് വരെയും ആ ക്ലാസ് അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് 9 മണിക്ക് പബ്ലിഷ് ചെയ്തു. ഒരു വീഡിയോ ഞാൻ രാവിലെ കാണുന്നു, ഒരു ക്ലാസ് കാണുന്നു, പഠിക്കുന്നു. ഒരെണ്ണം ഞാൻ വൈകിട്ട് കാണുന്നു, നോ പ്രോബ്ലം. അല്ലെങ്കിൽ രാവിലെ തന്നെ ഒരു വീഡിയോ കാണുന്നു, then ഒരു 11 മണിക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നു, ഫിനിഷ് ചെയ്തു, ഫിനിഷ്. ബാക്കി നിങ്ങളുടെ പരിപാടിക്ക് പോകും. നിങ്ങൾ വർക്കിന് പോവുക, ഒന്നുമില്ല. വൈകിട്ട് വരുന്നു, ഒരു 6 മണിക്ക് ഫസ്റ്റ് വീഡിയോ കാണുന്നു, ദെൻ ഒരു 8 മണിക്ക് സെക്കൻഡ് വീഡിയോ കാണുന്നു, നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു തീർക്കുന്നു. അപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു ഗ്രൂപ്പിന് ഒരു ദിവസം 2 ലെക്ചേഴ്സേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ പ്രോപ്പർ ആയിട്ട് ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ അതാലോചിച്ച് ടെൻഷൻ ആവണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ ഐറ്റംസും ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഒരു 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 എന്താ പറയാ, ഒരു 3 മന്ത്സ് അല്ലെങ്കിൽ 3.5 months കൊണ്ട് നമുക്ക് ഈ പറയുന്ന ടോപ്പിക്കുകൾ മുഴുവൻ തീർക്കാൻ പറ്റും. 3.5 months കൊണ്ട് ഈ ടോപ്പിക്കുകൾ മുഴുവൻ തീർക്കാൻ പറ്റും. സാറേ ഞങ്ങൾക്ക് ഇനിയും ഡൗട്ട് ഉണ്ട്. സാറേ ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറെ ഡൗട്ടുകൾ വരില്ലേ? ഈ ഡൗട്ടുകൾക്ക് ഞങ്ങളപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റാം? ഞാൻ പറഞ്ഞു കേട്ടോ മക്കളെ, നമുക്ക് ഓരോ സബ്ജക്റ്റും ആ സബ്ജക്റ്റിന്റെ ഫാക്കൽറ്റീസിനും ആ സബ്ജക്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസുമായിട്ട് ഓരോ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും. ആ ഗ്രൂപ്പുകൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പോലെയാണ്. നിങ്ങൾക്ക് ഇമേജസ് ഷെയർ ചെയ്യാം, നിങ്ങളുടെ വോയിസ് മെസ്സേജസ് ഷെയർ ചെയ്യാം, മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് അയക്കാൻ പറ്റും. അവിടെ നമ്മുടെ ഫാക്കൽറ്റീസ് അവർ എല്ലാ ദിവസവും ചാറ്റുകൾ ചെക്ക് ചെയ്യാറുണ്ട്. സപ്പോസ് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു, ദെൻ ഫാക്കൽറ്റീസ് അവരുടെ ടൈം അനുസരിച്ച് പ്രോപ്പറായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ തരും. അപ്പോൾ ഒരു വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാം. ഫാക്കൽറ്റീസ് അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഡൗട്ടുകൾ തീർത്തോളും. ഇനി നമ്മുടെ ആപ്പിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറയട്ടെ. ഫസ്റ്റ്, നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാം. 2x വരെ നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും. ശരി, അടുത്തത്, നമ്മൾ ടെലിഗ്രാമിൽ മൂവീസ് ഡൗൺലോഡ് ചെയ്തിട്ട് കാണാറില്ലേ പലരും? അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാലും അതേപോലെ നമുക്ക് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാം, നെറ്റ് ഇല്ലാത്തപ്പോൾ ഇഷ്ടമുള്ള സമയത്ത് കാണാം. ഓക്കെ, അടുത്തത്, നിങ്ങൾക്ക് നെറ്റിന് അവൈലബിലിറ്റി കുറവാണ്.
നമ്മുടെ ക്ലാസ് ഫുൾ എച്ച് ഡിയിലായിരിക്കും ഉണ്ടാവുക. എച്ച് ഡി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കുറച്ച് ക്വാളിറ്റി കുറച്ചിട്ട് കാണണം. അപ്പം നെറ്റ് കുറച്ചല്ലേ എടുക്കൂ, ശരി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സും ഉണ്ട്. പഠിക്കുക. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തു തരും. ഇനി അത് മാത്രമല്ല, 1.5 അല്ല വ്യൂസ്, 2 അല്ല വ്യൂസ്, 3 അല്ല വ്യൂസ്, അൺലിമിറ്റഡ് വ്യൂസ്. നമ്മുടെ എക്സാം കഴിയുന്ന അന്ന് വരെയും അൺലിമിറ്റഡ് വ്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. എന്താണ് അൺലിമിറ്റഡ് വ്യൂസ്? എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റഡ്ലി നിങ്ങൾക്ക് ക്ലാസ് കാണാം. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു സ്റ്റുഡന്റിന് മാത്രമേ നമ്മൾ ഈ ക്ലാസ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. ഇത് നിങ്ങൾക്ക് മറ്റ് സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ എന്തായാലും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ ഒരു മൊബൈലിൽ നമ്മുടെ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൽ നമ്മുടെ ക്ലാസ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കണ്ടു തീർക്കണം. അതിനുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതല്ലാണ്ട് എന്ത് ഫീച്ചറാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്തൊക്കെ വേണോ, നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഐറ്റംസും നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞ പോലെ മൊബൈലിൽ കാണാം, ലാപ്ടോപ്പിൽ കാണാം, വിൻഡോസ് ആയാലും കാണാം, അതുപോലെ ഐഫോണിൽ കാണാം, ആൻഡ്രോയിഡിലും കാണാം. അപ്പോൾ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിവൈസ് സെലക്ട് ചെയ്യാം. നിങ്ങൾ അതിനെ പറ്റി ഒന്നും ഇപ്പോൾ ബോധർ ചെയ്യണ്ട. ശരി, ഇനി ഞങ്ങൾക്ക് കുറേ ഡൗട്ട് ഉണ്ട്. ക്ലാസ്സിന്റെ ഫീസ് ക്ലാസ്സിന്റെ ഫീസ് എങ്ങനെയായിരിക്കും? അതാണ് ഒരു കൺസേൺ. ഇപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ പറയുകയാണെങ്കിൽ പ്രശ്നമല്ലേ? ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഫീസിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. നിങ്ങൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ വരും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫീസിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ബോത്ത് ഗ്രൂപ്പിന്റെ പ്രൈസ് 14,500 ആണ്. ഗ്രൂപ്പ് 1ന്റെ പ്രൈസ് 8,000ഉം ഗ്രൂപ്പ് 2ന്റെ പ്രൈസ് 6,500ഉം ആണ്. ശരി, വെയിറ്റ് ചെയ്യണം മക്കളെ. ഞാൻ നിങ്ങൾക്ക് ഓരോന്നിനും ഗ്രൂപ്പ് 2 ബോത്ത് ഗ്രൂപ്പാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നെങ്കിൽ ഒരു 2,000 റുപ്പീസിന്റെ ഒരു കൂപ്പൺ കോഡ് ഉണ്ടാവും. അതുപോലെ സിംഗിൾ ഗ്രൂപ്പ് ആണെങ്കിൽ 1,000 റുപ്പീസിന്റെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്. ആ കൂപ്പൺ കോഡ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കാം. നിങ്ങൾ അത് ഓർത്തിരിക്കേണ്ട. ആപ്പിൽ ക്ലാസ് പർച്ചേസ് ചെയ്യാൻ കയറുമ്പോൾ അത് അവിടെ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് അപ്ലൈ കൊടുത്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ പ്രൈസ് എഫക്റ്റീവ്ലി സെക്കൻഡ് ഗ്രൂപ്പിന് 5,500, വെറും 5,500. ദെൻ ഫസ്റ്റ് ഗ്രൂപ്പിന് 7,000, കാരണം 5 സബ്ജക്ട് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. 7,000 റുപ്പീസ്. അതുപോലെ ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ 12,500, 12,500 ആയിരിക്കും നിങ്ങളുടെ പ്രൈസ് വരിക. ഓക്കെ ആണ് മക്കളെ? ഇനി ഒരു കാര്യം പറയട്ടെ, ഈ കൂപ്പൺ കോഡ് സ്ട്രിക്ട്ലി റെസ്ട്രിക്റ്റഡ് ടു ഫസ്റ്റ് 50 സ്റ്റുഡൻസ്. 50 പേർക്ക് മാത്രമായിരിക്കും ഈ കൂപ്പൺ കോഡ് ഉണ്ടാവുക. അത് മാത്രമല്ല, 50 പേരെ ആയിരിക്കും നമ്മൾ ഈ ബാച്ചിലേക്ക് അഡ്മിറ്റ് ചെയ്യുക. 50 പേര് കഴിയുമ്പോൾ നമ്മൾ ഈ ബാച്ച് ഡെഫിനറ്റ്ലി ക്ലോസ് ചെയ്യും. നമുക്ക് 50 സ്റ്റുഡൻസിന്റെ ഒരു ബാച്ചിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ജോയിൻ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ശരി, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ 3 ഫ്രൈഡേ ആണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളാം. ഇതല്ലാതെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടുന്ന എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, നമ്മുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെടുന്ന എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, ഞാൻ താഴെ ഒരു നമ്പർ സ്ക്രോൾ ചെയ്ത് പോകണ കണ്ടില്ലേ, ആ നമ്പറിലേക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ്, ജസ്റ്റ് എന്തെങ്കിലും ഒരു മെസ്സേജ് ചെയ്താൽ മതി. അതിൽ നീതു ഉണ്ടാവും. നീതു നിങ്ങളുടെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന് നിങ്ങൾക്ക് മാത്രം അസൈൻ ചെയ്തിരിക്കുന്ന നമ്മുടെ സ്റ്റാഫാണ്, നമ്മുടെ കൂടുതലുള്ള ആളാണ്. അപ്പൊ നീതു നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും സോൾവ് ചെയ്ത് തരും. നിങ്ങൾക്ക് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെടുന്ന എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നീതു നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ക്ലാസ് എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ടിട്ട് വായോ. അപ്പോൾ ക്ലാസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ആൻഡ്രോയിഡിലും നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്, ഐഫോണിലും iOS ഡിവൈസിലും നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ക്ലാസ് നിങ്ങൾക്ക് ഏതാണോ പർച്ചേസ് ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ആൻഡ്രോയിഡിൻ്റെ കാണിക്കാം, അത് കഴിഞ്ഞ് ഐഫോണിൻ്റെ കാണിക്കാം. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ, കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ ഇതിലിപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ബോത്ത് ഗ്രൂപ്പാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ലിങ്ക് റീഡയറക്റ്റ് ആവും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ. നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ഓപ്പൺ കൊടുക്കുമ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ട് പറയും. നിങ്ങൾ ഈ ഒരു സംഭവം ശ്രദ്ധിക്കുക. ഈ ലോഗിൻ ചെയ്യാനായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ യൂസിങ് വാട്സപ്പ് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ വാട്സപ്പ് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ജസ്റ്റ് ലോഗിൻ യൂസിങ് വാട്സപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി വാട്സപ്പിൽ ഒരു മെസ്സേജ് പോകും. ലോഗിൻ OTP ഒക്കെ അതിനകത്ത് വന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ യൂസ് അതർ മെത്തേഡ് കൊടുക്കാം. അതർ മെത്തേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ID യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ 3 ഓപ്ഷനാണ് നിങ്ങൾക്ക് ഉള്ളത്. ഇവിടെ ഞാൻ തൽക്കാലം എൻ്റെ ഒരു മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാണ്. ഓക്കെ, ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ OTP ചോദിക്കും. അപ്പോൾ നമ്മൾ OTP ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ OTP ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ പേര് ചോദിക്കും. ഓക്കെ, ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്. അതിനുശേഷം ഇമെയിൽ ID ചോദിക്കും. ഇമെയിൽ ID കൂടി നിങ്ങളൊന്ന് കൊടുത്തോളാം. അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തോളാം. ഓക്കെ, ഞാൻ പേരും എൻ്റെ ഇമെയിൽ IDയും കൊടുത്തു. എന്നിട്ട് ലെറ്റ്സ് സ്റ്റാർട്ട് കൊടുത്തു, അലോ കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ പ്രോപ്പറായിട്ട് ഏതാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് അത് കാണിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്താൽ ഞാൻ ഐഫോണിൽ കൂടി ലോഗിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ട് ഇത് പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം.
ഐഫോണിലും സെയിം തന്നെയാണ്. നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ക്ലാസ് പർച്ചേസിനുള്ള ലിങ്കുകൾ ഉണ്ടാവും. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ഏതാണെന്ന് വെച്ചാൽ ആ ലിങ്കിൽ ഒന്ന് പ്രസ് ചെയ്തോളാം. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആപ്പ് സ്റ്റോറിലേക്ക് ചെല്ലും. ആപ്പ് സ്റ്റോറിൽ നമ്മുടെ ആപ്പിൻ്റെ പേര് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരിക്കും ഉണ്ടാവുക. അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ചെയ്തു, അലോ കൊടുക്കാം. അതിനുശേഷം അവർ ഓർഗനൈസേഷൻ കോഡ് ചോദിക്കും. ശ്രദ്ധിക്കുക, ഇതാണ് നിങ്ങൾക്കുള്ള ഒരു എക്സ്ട്രാ സ്റ്റെപ്പ്. ഐഫോൺ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഓർഗനൈസേഷൻ കോഡ് അടിക്കുക. ZPXVN ZPXVN ഈ ഓർഗനൈസേഷൻ കോഡ് ടൈപ്പ് ചെയ്തോളാം. അതിനുശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സ്ക്രീൻ വരും. എങ്ങനെയാണെന്ന് നോക്കി നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് മാറും, നെക്സ്റ്റ് പ്രൊഫഷണൽസ് എന്നാവും. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനായിരിക്കും ചോദിക്കാം. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം, ഡൺ കൊടുക്കുക. വെരിഫിക്കേഷൻ നമ്മുടെ ഇത് ചോദിക്കും, OTP വരും. OTP അടിച്ച് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോഗിൻ ആയിക്കോളും. ഇനി ബാക്കി സ്റ്റെപ്പൊക്കെ സെയിം ആണ്, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആപ്പ് ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ദയവായിട്ട് തൊട്ട് താഴെ സ്റ്റോഴ്സ് എന്നുണ്ടാവും. ആ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോത്ത് ഗ്രൂപ്പ് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ബോത്ത് ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യുന്നത്. ശരി, ബോത്ത് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കൂപ്പൺ കോഡ് കൊടുക്കാൻ മറക്കരുത്. കാരണം കൂപ്പൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഇവിടെ തൊട്ട് താഴെ തന്നെ കൂപ്പൺ കോഡിൻ്റെ ഒരു ബോക്സ് വന്നിട്ടുണ്ടാവും. അതാണ് ഡ്രീം ബോത്ത് എന്നാണ് നമ്മുടെ ബോത്ത് ഗ്രൂപ്പിൻ്റെ കൂപ്പൺ. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൂപ്പൺ അവിടെ അപ്ലൈ ആവും. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രൈസ് കൂടി റിവൈസ്ഡ് ആവും. നേരത്തെ പറഞ്ഞ പ്രൈസിനേക്കാളും റിവൈസ് ചെയ്തിട്ട് നമ്മുടെ റിവൈസ്ഡ് പ്രൈസ് ആയിരിക്കും താഴെ ഉണ്ടാവുക. കണ്ടു, ഇവിടെ 11,000 വന്നു. ദെൻ ബൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി പേയ്മെൻറ്റ് ഗേറ്റ്വേയിലായിരിക്കും അത് ഡയറക്റ്റ് ചെയ്യുക. ഇനി സിമ്പിളാണ്, ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. ഇവിടെ ഗൂഗിൾ പേ ആണെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ പേ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കാർഡ് യൂസ് ചെയ്തിട്ടാണ് പേ ചെയ്യണമെങ്കിൽ കാർഡ് യൂസ് ചെയ്ത് പേ ചെയ്യാം. നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ പേ പ്രസ് ചെയ്യുന്നു. താഴെ പേ നൗ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ പേയിലേക്ക് അത് റീഡയറക്റ്റ് ആവും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്, പേ നൗ കൊടുക്കുക. നിങ്ങളുടെ പിൻ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പേയ്മെൻറ്റ് ഡൺ ആവും. ഇത്രേ ഉള്ളൂ പരിപാടി. ഇതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ പറഞ്ഞ സെയിം സ്റ്റോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് അവിടെ ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മറ്റേ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. കണ്ടല്ലോ, സിമ്പിൾ പരിപാടിയാണ്. നിങ്ങൾ ലോഗിൻ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കോഴ്സ് സെലക്ട് ചെയ്യുക, കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക, പേയ്മെന്റ് ചെയ്തോളാം. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് എങ്ങനെയാണ് ക്ലാസ് കാണേണ്ടതെന്നുള്ള കാര്യങ്ങളും നമ്മുടെ ടൈം ടേബിളും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം മക്കളെ, ആദ്യമായിട്ടൊരു സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുകയാണ് എന്നുള്ളതായിരിക്കും നമ്മുടെ അസംഷൻ. അപ്പോൾ ആദ്യമായിട്ടൊരു സ്റ്റുഡൻറ്റ് നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ സബ്ജക്റ്റ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, ആ സബ്ജക്റ്റിന്റെ ബേസിക്സ് മനസ്സിലാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പതിയെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം പഠിക്കണം. ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. നിങ്ങൾക്ക് പഠിക്കാനും പാസ്സാവാനും എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നമ്മൾ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണോ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യും. ഇനി ഈ വീഡിയോയുടെ എൻഡിൽ വേണമെങ്കിൽ ഞാൻ നമുക്ക് നമ്മുടെ പാസ്റ്റ് സ്റ്റുഡൻസിന്റെ റിവ്യൂസ് കൂടി ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ വേണമെങ്കിൽ ആ റിവ്യൂസ് കൂടി ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കൂ മക്കളെ. അപ്പോൾ നന്നായിട്ട് ആലോചിക്കുക, നല്ലൊരു തീരുമാനം എടുക്കുക, കൂപ്പൺ കോഡ് യൂട്ടിലൈസ് ചെയ്യാം, എത്രയും പെട്ടെന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് 50 സ്റ്റുഡൻസിനായിരിക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക. ഡെഫിനറ്റ്ലി നിങ്ങൾ മിസ് ചെയ്യരുത് മക്കളെ. ഇത്രയേ ഉള്ളൂ. നമുക്കിനി നമ്മുടെ ക്ലാസ്സിൽ കാണാം. ബൈ.